കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഒന്നാണ് 40 വയസ്സ് വരെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അല്ലേ. അതായത് ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും. കാരണം ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കോച്ചിങ്ങിനും എല്ലാം പോയി വരുമ്പോൾ തന്നെ നമുക്ക് 36 വയസ്സ്, അത് ഏജ് ഓവർ ആവും. അപ്പോൾ പലരും നിരാശയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വിഷമം മുൻപിൽ കണ്ടുകൊണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്നൊരു തീരുമാനമാണ് 40 വയസ്സ് വരെ സമയം കൊടുക്കുക എന്നുള്ളത്. അത് വളരെ ഏറ്റവും മികച്ചൊരു തീരുമാനമാണ്. ഒരുപാട് നാളായിട്ട് PSC ട്രൈ ചെയ്യാത്തവർക്കൊരു ആശ്വാസമായിട്ടുള്ള ഒരു നടപടിയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓൾറെഡി ജോലി ഉള്ള ആളുകൾക്കും ഒരുപാട് ഫേവർ ചെയ്യുന്നുണ്ട്. അതായത് DA കൂട്ടിയിട്ടുണ്ട്. അതും വളരെ ഒരു നല്ല കാര്യമാണ്. കാരണം സാലറി കുറവുള്ള ആളുകൾക്ക് പലപ്പോഴും അത് എക്സ്പെൻസ് തന്നെ അവർക്ക് ഒരുപാട് ചിലവാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് സപ്പോർട്ടായിട്ടുള്ള ഒരു തീരുമാനമാണ് കേരള ഗവൺമെൻറ് സൈഡിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ DA നമ്മുടെ ബേസിക് സാലറി ബേസ് ചെയ്തിട്ടാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. 23,000 ബേസിക് പേ ഉള്ളവർക്ക് ഇപ്പോഴത്തെ DA എന്ന് പറയുന്നത് 5,060 ആണ്. അടുത്ത മാസം തൊട്ടത് 5,750 ആകും. 32,000 രൂപ സാലറി ഉള്ള ആളുകളുടെ DA ഇപ്പം 7,040 ആണ്. അടുത്ത മാസം തൊട്ട് 8,000 രൂപയാകും. അതേപോലെ 40,300 സാലറി ഉള്ള ആളുകളുടെ DA ഇപ്പോൾ 8,866 ആണ്. അത് അടുത്ത മാസം തൊട്ട് 10,075 രൂപ, അതായത് 10,000 രൂപയാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വലിയൊരു മാറ്റമാണ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. തീർന്നിട്ടില്ല. ഇതോടൊപ്പം തന്നെ ഗവൺമെൻറ് ശമ്പള പരിഷ്കരണത്തിനുള്ള കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെയാണ് നിയമിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ട് 3 മാസത്തിനകം നൽകണമെന്നും ശ്രീ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓൾറെഡി ജോലിയുള്ള ആളുകൾക്ക് ഗുണം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളാണ് ഗവൺമെൻറ് നിങ്ങൾക്കായിട്ട് നീട്ടിവെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ ഇനി വരുന്നവർക്കും ശമ്പള പരിഷ്കരണം ഉണ്ടാവുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മടുപ്പുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നാട്ടിൽ തന്നെ സ്ഥിരമായിട്ട് ഒരു ജോലി വേണം, അല്ലെങ്കിൽ പെൻഷനോടുകൂടി ജോലി വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് കേരള PSC എന്ന് പറയുന്നത്. PSC ആർക്ക് വേണമെങ്കിലും നേടാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്മാർട്ടായിട്ടും ഹാർഡ് വർക്കായിട്ടൊക്കെ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ പലരുടെ റീൽസിൽ ഒരു 15 അഡ്വൈസ് വരെ കിട്ടിയ ആൾക്കാരുണ്ട്. അത്രയും ജോലി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അത്രയും കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ? നമുക്ക് പഠിക്കുന്ന രീതിയിൽ ചേഞ്ചസ് വരുത്തുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ടും ജോലി കിട്ടും. മടിപ്പിക്കാൻ ചുറ്റും ഒരുപാട് പേരുണ്ടാവും. പെൻഷൻ ഇല്ലല്ലോ, അല്ലെങ്കിൽ സാലറി കുറവല്ലേ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ മടിപ്പിക്കാനേ ആളുകൾ കാണത്തുള്ളൂ. പക്ഷേ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിനെന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മടുപ്പ് മാറ്റിയും മറ്റ് നെഗറ്റീവ് കമൻസൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. ആരും നമുക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തു തരത്തില്ല അല്ലേ. നിങ്ങൾ നാളെ എന്തെങ്കിലും കഷ്ടപ്പാടിലാണെങ്കിൽ ഈ കമൻറ്റ് ഇടുന്നവരോ നിങ്ങളെ മടിപ്പിക്കുന്ന ആൾക്കാരൊന്നും വന്ന് നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. സോ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക.